ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഷംനാസ് കിച്ചൻ. ഇന്നത്തെ റെസിപ്പി ഒട്ടുമിക്ക ആൾക്കാർക്ക് ഇഷ്ടമുള്ള കടലമിഠായിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ആദ്യം തന്നെ കടല വറുത്തെടുക്കുകയാണ്. അപ്പോൾ ഇത് വറുക്കാത്ത കടല ആയതുകൊണ്ട് തന്നെ കഴുകിയതിന് ശേഷം വറുത്തെടുക്കുകയാണ്. അപ്പോൾ വറുത്തതാണെങ്കിൽ പിന്നെ വറുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് തൊലിയൊക്കെ കളഞ്ഞെടുക്കണം. മൊത്തത്തിൽ തൊലി കളഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ അതാ ഞാൻ മൊത്തം തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കടല എത്ര ഉണ്ട് എന്നൊന്ന് അളന്ന് നോക്കണം. അപ്പോൾ ഈ അളവിനനുസരിച്ചാണ് നമ്മൾ ശർക്കരയും എടുക്കേണ്ടത്. അപ്പോൾ അതാ ഈ കടല ഞാൻ എത്ര ഉണ്ട് നോക്കട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ കടലയൊക്കെ അളന്നെടുത്തിട്ടുണ്ട്. ടോട്ടൽ 2.5 കപ്പ് കടലയാണുള്ളത്. അപ്പോൾ ഇതേ കപ്പിന് തന്നെ 2.5 കപ്പ് ശർക്കരയാണ് എടുക്കേണ്ടത്. അപ്പോൾ ഒന്ന് പൊടിച്ചതിന് ശേഷം അളവെടുക്കുക കേട്ടോ. ഇതേപോലെ ഒന്ന് പൊടിച്ചതിന് ശേഷം അളന്നെടുക്കുക. അപ്പോൾ ഇങ്ങനെ പൊടിച്ച ശർക്കര 2.5 കപ്പാണ് എടുത്തത്. ഇനി നമുക്ക് കടലമിഠായി ഉണ്ടാക്കിയതിന് ശേഷം സെറ്റ് ചെയ്യാനുള്ള സ്ഥലം ഒരുക്കി വെക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ ട്രേ എടുത്തിട്ട് കുറച്ച് നെയ്യ് തടവി വെച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ അലൂമിനിയം ഫോയിലോ എന്തെങ്കിലും ഒന്ന് എടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചട്ടിയിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ശർക്കര നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കണം. അപ്പോൾ ശർക്കര ഒക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതൊന്ന് അരിച്ച് മാറ്റിയിട്ടുണ്ട്. ഇതിലുണ്ടോ നിറയെ കല്ലൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നേരെ ഇനി നമുക്ക് തിരിച്ച് ചട്ടിയിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി വീണ്ടും നമ്മൾ തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യും കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഇടണ്ട, ലോ ഫ്ലെയിമിൽ ഇടണ്ട. ലോ ഫ്ലെയിമിൽ ഇട്ടാൽ കുറേ ടൈം വേണ്ടി വരും. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് ഇങ്ങനെ നന്നായിട്ട് നുരയും പതയൊക്കെ വരുമ്പോൾ നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്യണം ആയിട്ടുണ്ടോ നമ്മുടെ ശർക്കരപ്പാവ് എന്നുള്ളത്. അപ്പോൾ കുറച്ച് വെള്ളം ഒരു ബൗളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 2 തുള്ളി ശർക്കരപ്പാവ് ഉറ്റിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ടൊന്ന് തൊട്ട് നോക്കുക ഇതെന്താണ് ആയതെന്ന്. അപ്പോൾ അതൊന്നും ആയിട്ടില്ല. ഇത് കണ്ടോ, ശർക്കര ഈ വെള്ളത്തിൽ മെൽറ്റ് ആവുന്നുണ്ട്. അപ്പോൾ വീണ്ടും തിളപ്പിച്ച് തുടങ്ങുക. അപ്പോൾ കുറച്ച് ടൈം കഴിഞ്ഞാൽ വീണ്ടും ഞാൻ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്താ ആയത് എന്നുള്ളത്. ഇപ്പോൾ കുറച്ച് ഉറ്റിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ വേറൊരു വെള്ളം എടുത്തിട്ട്. അപ്പോൾ കൈ വെച്ചിട്ട് ഇങ്ങനെ കട്ടിയായി കിട്ടുന്നുണ്ട്. പക്ഷെ ഉരുട്ടിയെടുക്കാനൊന്നും പറ്റുന്നില്ല. ഈ ഒരു പരുവത്തിലാണ് ഉള്ളത്. വെള്ളത്തിൽ അങ്ങോട്ട് അലിഞ്ഞു പോകുന്നില്ല. അപ്പോൾ വീണ്ടും തിളപ്പിച്ച് തുടങ്ങി. വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാനിതാ 2 തുള്ളി തന്നെ എടുത്തിട്ട് വീണ്ടും വെള്ളത്തിലേക്ക് ഉറ്റിച്ച് നോക്കുകയാണ്. ഇപ്പോൾ നമുക്ക് നന്നാക്കി ഉരുട്ടി പിടിക്കാനൊക്കെ പറ്റുന്നുണ്ട്. പക്ഷെ ആ വെള്ളത്തിൽ നിന്നും എടുക്കാൻ പറ്റാത്തൊരു പരുവാണുള്ളത്. നന്നായിട്ട് ഉരുണ്ട് വരുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോഴും ഇതിൻ്റെ കറക്റ്റ് പരുവായിട്ടില്ല. അപ്പോൾ കടലമിഠായി ഉണ്ടാക്കുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ വീണ്ടും ഉറ്റിച്ച് നോക്കുന്നുണ്ട്. ഇപ്പം എന്താ ആയത് നോക്കാം. അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട്. കയ്യിലെടുക്കാനും പറ്റുന്നുണ്ട്. പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബോൾസ് ആക്കി എടുക്കാനാണ് പറ്റുന്നത്. അത്ര ഹാർഡൊന്നുമല്ല. ഈ ഒരു ടൈം ആകുമ്പോഴും നമ്മൾ ഇതിലേക്ക് കടല ചേർത്ത് കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഇപ്പോഴും ആയിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഒരു സോഫ്റ്റ് ബോൾ ആയി കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ഒരു 2 ടീസ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. എന്നിട്ട് നമുക്ക് നന്നാക്കി തന്നെ മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഈ ഓയിൽ ഒഴിച്ചത് എന്തിനാന്ന് വെച്ചാൽ നമ്മളെ കടലമിഠായിക്ക് നല്ല ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നന്നാക്കി മിക്സ് ആക്കിയിട്ട് വീണ്ടും നമുക്കിത് വെള്ളത്തിലേക്ക് 2 തുള്ളി ഉറ്റിച്ച് നോക്കാം ഇപ്പോൾ എന്താണ് ആയത് എന്നുള്ളത്. അപ്പോൾ കടലമിഠായി ഉണ്ടാക്കുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. നമ്മൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ശർക്കരൻ്റെ പരുവായി കിട്ടണം. അപ്പോൾ ഞാൻ കുറച്ച് ഉറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ബോൾസാക്കി എടുക്കാൻ പറ്റുന്നുണ്ടോ നോക്കാം. ഇപ്പോൾ നല്ല ബോൾസൊക്കെ ആക്കി എടുക്കാൻ പറ്റും. നല്ല ഹാർഡും ആയിരിക്കും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളിതൊരു സ്റ്റീലിൻ്റെ പ്ലേറ്റിലേക്ക് ഇട്ട് നോക്കുക ഈ ഒരു ബോൾസ്. അപ്പോൾ നല്ലൊരു സൗണ്ട് വരും. ആ ഒരു സൗണ്ട് വന്നാൽ മാത്രമേ കറക്റ്റ് പരുവാവുള്ളൂ. ഇപ്പോൾ നമ്മുടെ ശർക്കരപ്പാവ് കറക്റ്റായിട്ടുള്ള പരുവായിട്ടുണ്ട്. അപ്പോൾ നല്ല തീ കുറച്ച് വെച്ചതിന് ശേഷം നമ്മുടെ കടല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നാക്കി മിക്സാക്കി കൊടുക്കുക. കൈയെടുക്കാതെ മിക്സാക്കി കൊടുക്കുക. കടലയുടെ എല്ലാ ഭാഗത്തും ഈ ശർക്കരപ്പാവ് എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പം ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ നന്നാക്കി തന്നെ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കിയാൽ നമ്മൾ നേരെ പോയിട്ട് നമ്മുടെ റെഡിയാക്കി വെച്ച ട്രേ ഇല്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ഒട്ടും തന്നെ വെയിറ്റ് ചെയ്യരുത്. പെട്ടെന്ന് ചെയ്യണം. ഈ ടൈമിൽ പെട്ടെന്ന് തന്നെ ഇത് കട്ടിയായി പോവും. എന്നിട്ട് ഒരു സ്റ്റീലിൻ്റെ ബൗളിൽ അതിൻ്റെ അടിവശത്ത് കുറച്ച് നെയ്യ് പുരട്ടിയിട്ട് ഞാനിത് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുകയാണ്.
അപ്പോൾ അത് കുറച്ച് കട്ടി കൂടുതലായിരുന്നു കേട്ടോ. ഇതിനും നൈസാക്കണമെങ്കിൽ കുറച്ചും കൂടി നീട്ടി പരത്തി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കടലമിഠായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലമിഠായി ആയിരുന്നു. അപ്പോൾ ചൂട് കംപ്ലീറ്റ് ആയിട്ട് ആറുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മളിത് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കണേ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാനിതാ സ്ക്വയറിൽ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ഒരു 10-20 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതിയാവും. ഇപ്പോൾ നമ്മുടെ ശർക്കര മിഠായിയൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പീസാക്കി ഇതിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഈ കടലമിഠായി എന്ന് പറയുന്നത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കടലമിഠായി ആയിരുന്നു. നല്ല ടേസ്റ്റും നല്ല സ്ട്രക്ചറും ആയിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി പുതിയ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത് തന്നെ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.